നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ. അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശം നൽകി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാറോലിക്കൽ സ്വദേശി ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 5:20 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിലാണ് ഇടിച്ചത്. ട്രെയിനു മുന്നിലേക്ക് 3 പേർ ഒരുമിച്ച് ചാടുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് അറിയിച്ചത്. മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ഷൈനിയും ഭർത്താവ് തൊടുപുഴ സ്വദേശി നോബി ലൂക്കോസും തമ്മിൽ 9 മാസമായി പിരിഞ്ഞു കഴിയുകയാണ്. കോടതിയിൽ ഡൈവോഴ്സ് കേസ് നടക്കുന്നതിനിടെയാണ് ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നിരന്തരമായി നോബി മർദ്ദിക്കുമെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഷൈനിയെ അതിഭീകരമായി മർദ്ദിച്ചിരുന്നു എന്നും വീട്ടിലേക്ക് വിളിച്ച് ജീവനോടെ വേണമെങ്കിൽ വിളിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു. ഷൈനിയുടെ കഴുത്തു മുറിക്കാൻ നോക്കിയതായും പോലീസിൽ പരാതി നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം പകരമായി മകനെ കൊണ്ട് ഷൈനിക്കെതിരെ കേസ് കൊടുപ്പിച്ചതും ഷൈനിക്ക് തീരാവേദനയായി മാറി. കഴിഞ്ഞ 9 മാസമായി ഷൈനി പാറോലിക്കലിലെ വീട്ടിലാണ് കഴിയുന്നത്. രാവിലെ പള്ളിയിൽ പോകാനെന്ന് പറഞ്ഞാണ് ഷൈനിയും മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. സംഭവം നടക്കുന്നതിന്റെ തലേന്ന് വൈകിട്ടും വീട്ടുകാർ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. BSc നഴ്സായിരുന്ന ഷൈനി കുറേ നാളായി ജോലി ചെയ്തിരുന്നില്ല. ഈ അടുത്തിടെ വീണ്ടും ജോലിക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ പേരിൽ 12 ആശുപത്രികൾ ജോലി നിഷേധിച്ചതും വലിയ വേദനയായി. ജോലിക്ക് പോകാൻ ഷൈനിക്ക് തടസ്സമായി നിന്നത് ഭർത്താവിന്റെ വീട്ടുകാർ തന്നെയാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ആരോപണം. UK-യിൽ പോകാതിരിക്കാനായി ഭർത്താവിന്റെ വീട്ടുകാർ ശ്രമിച്ചു എന്നതാണ് പ്രധാന കാരണമായി പറയുന്നത്. ഇതിനിടയിലാണ് ഏഷ്യൻ ഹാർട്സിൽ ജോലിക്ക് ശ്രമിച്ചത്. കുട്ടികളെ ഹോസ്റ്റലിലാക്കി ദൂരെ എവിടെയാണെങ്കിലും ജോലിക്ക് പോകാൻ തയ്യാറായിരുന്നു ഷൈനി. ഡൈവോഴ്സ് കേസ് കിട്ടുന്നില്ല, ഭർത്താവ് സഹകരിക്കുന്നില്ല എന്നുള്ള പരാതികളും കൂട്ടുകാരിയോട് പറഞ്ഞതിന്റെ ഓഡിയോ വോയിസും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മരണത്തിന്റെ തലേ ദിവസം നോബി ഷൈനിയുടെ വീട്ടിലെത്തി. കുട്ടികളുടെ മുന്നിൽ വെച്ച് ഭീഷണിപ്പെടുത്തി ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെല്ലുവിളിച്ചു എന്നും നാട്ടുകാർ പറയുന്നു. പിറ്റേന്ന് രാവിലെയാണ് ഷൈനി മരണത്തിലേക്ക് നടന്നത്. എന്നിട്ടും ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും ഇല്ലാത്തത് ബോബി ചിറയിൽ എന്ന നോബിയുടെ സഹോദരൻ എന്ന വൈദികന് പങ്കുണ്ട് എന്ന് പറയുന്നു. ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനത്തെ കത്തോലിക്ക പള്ളിയിൽ വികാരിയാണ് ബോബി. ഈ അച്ഛനെതിരെ കൂട്ടപരാതിയാണ് രൂപതയിലേക്ക് പോയിരിക്കുന്നത്. അച്ഛനെ നാട്ടിലേക്ക് പറഞ്ഞുവിടുമെന്നാണ് കേൾക്കുന്നത്. ഇന്നലെയാണ് മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ചുങ്കം സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഫെറോന പള്ളിയിലാണ് സംസ്കാരം നടന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെ ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ വീട്ടിൽ മൃതദേഹങ്ങൾ കൊണ്ടുവന്നു. നോബി അത്രമേൽ ഷൈനിയെ ദ്രോഹിച്ചത് അറിയാവുന്ന നാട്ടുകാർ ആരും തന്നെ നോബിയുടെ വീട്ടിലേക്ക് എത്തി നോക്കിയില്ല. നോബിയുടെ വീട്ടിൽ ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നാട്ടുകാർ എല്ലാവരും പള്ളിയിലെ പൊതുദർശനത്തിന് എത്തുകയും ചെയ്തു. 3 മണി കഴിഞ്ഞാണ് വിലാപയാത്ര പള്ളിയിലെത്തിയത്. പള്ളിയിൽ വൻ ജലാവലി തന്നെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധം ഭയന്ന് ഷൈനിയുടെ ഭർത്താവ് നോബിയോ വീട്ടുകാരോ പള്ളിയിലേക്ക് എത്തിയില്ല. ഒടുവിൽ ശുശ്രൂഷകൾക്ക് ശേഷം അമ്മ ഷൈനിയെ ഒരു കല്ലറയിലും മക്കൾ അലീനയെയും ഇവാനിയെയും ഒരുമിച്ച് മറ്റൊരു കല്ലറയിലുമാണ് അടക്കിയത്. ഒരിക്കലും തിരികെ പോകരുത് എന്ന ഷൈനി ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെയാണ് അവരുടെ അന്ത്യകർമ്മങ്ങൾ നടന്നത് എന്നത് നാട്ടുകാർക്കുൾപ്പെടെ വലിയ വേദനയായി. ഷൈനിയുടെ വീട്ടുകാർക്ക് പോലും ഇതിനെ എതിർക്കാൻ കഴിഞ്ഞില്ല. സഹോദരിയുടെ ഭർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 9 മാസമായി വേർപിരിഞ്ഞു നിൽക്കുകയാണെങ്കിലും ഡൈവോഴ്സ് കിട്ടിയില്ല. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് കെട്ടിച്ചുവിട്ട ഇടവകയിൽ നിന്ന് അച്ഛന്റെ കുറി കിട്ടിയിട്ടേ കാരിത്താസ് പള്ളിയിൽ അടക്കാനാകൂ. വിലപേശാൻ അവസരം ഉണ്ടാകാതിരിക്കാനാണ് മൃതദേഹം വിട്ടുകൊടുത്തത്. ഷൈനിയുടെ വീട്ടുകാർ ഭർത്തൃ വീട്ടുകാർക്കെതിരെ കേസ് എടുക്കാതിരുന്നാൽ മാത്രമേ അച്ഛൻ കുറി നൽകൂ എന്ന ഒരു ധാരണ ഉണ്ടായതിനാലാണ് അച്ഛന്റെ കുറി ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാതിരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, തന്റെ ഭാര്യ നിഷയുടെ ചേച്ചിയും പിള്ളേരുടെയും അകാല വിയോഗം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അവരുടെ മൃതദേഹങ്ങൾ നാളെ രാവിലെ 9 മണിക്ക് നൂറ്റൊന്ന് കവലയിലുള്ള എന്റെ ഭാര്യയുടെ വീട്ടിൽ എത്തിക്കുന്നതും അതിനുശേഷം ചുങ്കം പള്ളിയിലേക്ക് അവര് കൊണ്ടുപോകുന്നതുമാണ്. ഒത്തിരിയേറെ ദുഃഖാർദ്രമായ നിമിഷമാണ്. തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുകയും എന്നോട് ആശ്വാസവാക്കുകൾ അല്ലെങ്കിൽ ഈ കുടുംബത്തോട് ആശ്വാസവാക്കുകളൊക്കെയും പറഞ്ഞ ഓരോരുത്തരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം
ഏതാണ്ട് 9 മാസക്കാലമായി കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാര് വേർപിരിഞ്ഞു നിന്ന അവസരത്തിൽ പോലും ഒന്ന് കാണുവാനോ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആ പിള്ളേരെ ഒന്ന് കാണുവാനോ ശ്രമിക്കാത്ത ഒരാളുടെ കൈവശം എന്തിനു കൊടുത്തുവിടുന്നു എന്ന ഒരു പഴിചാരല് ഒക്കെ കേൾക്കുവാനിടയായി. തീർച്ചയായിട്ടും സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണം. ഡൈവോഴ്സിന് കേസ് കൊടുത്ത ഷൈനിയാണ് കേസ് കൊടുത്തിട്ടുള്ളൂ. മരിച്ചുപോയ ഷൈനിയാണ് കേസ് കൊടുത്തിട്ടുള്ളൂ. ഈ വക്കീൽ നോട്ടീസ് കൈപ്പറ്റുകയോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തില് ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് സ്വന്തം അമ്മയാണ് ദൈവമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനേക്കാളെല്ലാം ഉപരിയായി അദൃശ്യമായ ഒരു ശക്തി അതുക്ക് മേലെ ഉണ്ട് എന്നും വിശ്വസിക്കുന്നു. ക്രിസ്തീയ സഭയോടും ക്രിസ്തീയ വിശ്വാസത്തോടും ആദരവ് പുലർത്തിയാണ് ജീവിക്കുന്നത്. ആയതിനാൽ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ഷൈനിയെ കെട്ടിച്ചുവിട്ട ഇടവകയിലാണ് അവള് ഇടവക ചേർന്നിരിക്കുന്നത്. ആ പള്ളിയിലെ അച്ഛന്റെ കുറിയില്ലാതെ നമുക്ക് കാരിത്താസിൽ നടത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ ഈ മക്കളെയും ഷൈനിയെയും വെച്ചുകൊണ്ട് വില പറഞ്ഞ് വേണമെങ്കിൽ കാരിത്താസ് പള്ളിയിൽ അടക്കാമായിരുന്നു. ഇനിയും ഒരിക്കലും ആ ചുങ്കം പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത, ചുങ്കം പ്രദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഷൈനിയായിരുന്നു. ആ ഷൈനിയെ ചുങ്കത്തേക്ക് വിടുന്നതിൽ ഒത്തിരിയേറെ സങ്കടമുണ്ട്. പക്ഷേ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച്, ക്രിസ്തീയ സഭയുടെ നിയമം അനുസരിച്ച് ചുങ്കം പള്ളിയിലെ അച്ഛന്റെ എഴുത്ത് ആവശ്യമാണ്. എഴുത്ത് തരണമെങ്കിൽ ഒരു ധാരണ വേണം. ധാരണയ്ക്ക് നമ്മൾ തയ്യാറല്ല. കാരണം അവർക്ക് അവിടെ അടക്കണം, നമുക്ക് ഇവിടെ അടക്കണം എന്നായിരുന്നു. പിന്നെ നമ്മൾ മസിൽ പിടിച്ച് ആ ബോഡിയോട് അല്ലെങ്കിൽ ആ കുഞ്ഞുമക്കളോട് നമ്മൾ വിലപേശി അനാദരവ് കാണിച്ച് അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മൂത്തൊന്നില് കൊണ്ടുവച്ച് അത്യാവശ്യം പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് കാണാനുള്ളവരൊക്കെ കണ്ടതിന് ശേഷം ഭർത്താവും മൂത്ത മോനുണ്ട്, മോനും കൂടി എത്തി മൃതദേഹവുമായി തൊടുപുഴ ചുങ്കത്തേക്ക് അവർ പോകും. അവര് അടക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മരിച്ചപ്പോൾ തന്നെ ആത്മാവ് ആ ശരീരത്തിൽ നിന്നും വേർപെട്ട് പോയതാണ്. ഇനിയും നമുക്ക് കിട്ടാനുള്ളത് കുറച്ച് കഷ്ണങ്ങൾ മാത്രമാണ്. ട്രെയിനിടിച്ച് 3 പേരും ചിന്നിച്ചിതറിയ കഷ്ണങ്ങൾ മാത്രമാണ്. പെട്ടി പോലും തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആയതിനാൽ അവര് കൊണ്ടുപോയി ചുങ്കംപള്ളിയിൽ അടക്കിക്കോട്ടെ. അത് മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോ നമ്മള് 101 അടക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. അതിനൊരു വ്യത്യാസം വന്നുകൊണ്ടാണ് ഇങ്ങനൊരു വോയിസ് വിടുന്നത്. രാവിലെ 9 മണിക്ക് 101 കൊണ്ടുവരും. കാണാനുള്ളവരൊക്കെ കണ്ടതിന് ശേഷം ചുങ്കത്തേക്ക് കൊടുത്തുവിടും. 101 നിന്നും അല്ലെങ്കിൽ ഞങ്ങള് ബന്ധുമിത്രാദികൾ ആരും തന്നെ ചുങ്കത്തിലേക്ക് പോകുന്നില്ല എന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയിൽ ആ കുഞ്ഞുമക്കളെയും ഷൈനിയെയും ഓർക്കുക. ഷൈനിയുടെ ഇടവകയായ കാരിത്താസ് പള്ളി സെമിത്തേരിയിൽ അടക്കാനായിരുന്നു ആലോചിച്ചിരുന്നത്. എന്നാൽ മകനെ കൊണ്ട് പോലീസിൽ പരാതി കൊടുത്തതോടെ ഷൈനിയുടെയും മക്കളുടെയും സംസ്കാരം ഭർത്തൃവീട്ടുകാരുടെ ഇടവകയായ ചുങ്കം പള്ളിയിൽ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. മകളും കൊച്ചുമക്കളും നഷ്ടമായ വേദനയിലിരിക്കുന്ന ഷൈനിയുടെ വീട്ടുകാരും ഇക്കാര്യത്തിൽ എതിർപ്പൊന്നും പറഞ്ഞതുമില്ല. ചുങ്കംപള്ളി സെമിത്തേരിയിലാണ് ഇപ്പോൾ ഷൈനിയും മക്കളും അവസാന നിദ്ര കൊള്ളുന്നത്. ഇതേസമയം ഈ സംഭവം അറിഞ്ഞ നാട്ടുകാർ കടുത്ത അമർഷത്തിൽ തന്നെയാണ്. മകനെ അമ്മയിൽ നിന്നും അകറ്റാൻ ആസൂത്രിത ശ്രമങ്ങൾ നടന്നതായും ആരോപണം ഉയർന്നിരുന്നു. ഒറ്റയ്ക്ക് 2 പെൺമക്കളെ വളർത്തുന്ന ആധി കൊണ്ട് മാത്രമാണ് ഷൈനി മക്കൾക്കൊപ്പം ജീവനൊടുക്കിയത്. മികച്ചൊരു ജോലിക്കായി പരിശ്രമങ്ങൾ ഒരുപാട് നടത്തിയിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ പാഴായിപ്പോയി. ജോലി ചെയ്യാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ സാധിക്കാതെ കുടുംബത്തെ നോക്കേണ്ടി വന്നതോടെ കരിയറിന് വലിയ ഗ്യാപ്പ് ഉണ്ടായി. ഷൈനിയെ ജോലിക്ക് വിടാതിരിക്കുന്നതിന് പ്രധാന കാരണം പറയുന്നത് ഭർത്തൃവീട്ടുകാരുടെ സമ്മർദ്ദം തന്നെയാണ്. പിന്നീട് ആവശ്യഘട്ടത്തിൽ ജോലിക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാതെ വന്നതുകൊണ്ടാണ് മകൾക്കൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. ഭർത്താവിന്റെ കുടുംബത്തിനു വേണ്ടി ജീവിച്ചവളായിട്ടും ഷൈനി കുടുംബ വഴക്കിന്റെ പേരിൽ ആ വീട്ടിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു. BSc നഴ്സിംഗ് ബിരുദമുണ്ടായിട്ടും 12 വർഷത്തെ കരിയർ ബ്രേക്കിന്റെ പേരിൽ പല ആശുപത്രികളും ജോലി നിഷേധിച്ചു. ഇതൊക്കെ തന്നെയാണ് അവസാനത്തെ തീരുമാനമെന്ന നിലയിലേക്ക്, ആത്മഹത്യയിലേക്ക് ആ കുടുംബം എത്താൻ കാരണം. അതുകൊണ്ട് തന്നെ നോബിക്കെതിരെ കൊലപാതകത്തിന് കേസെടുക്കണമെന്നാണ് നാട്ടുകാരും ഇടവകക്കാരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.